ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി, ഫീലിങ്സ് എന്താണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ തോട്ട്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി, എന്താണ്? 6 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ദ എംപറർ, അവരുടെ തോട്ട്സ് എന്താണ്? ഡെവിൾ, ഫോർ ഓഫ് കപ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിനകത്ത് 2 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മളെപ്പോഴും കാണുന്നത് പോലെ തന്നെ ഈ പേഴ്സൺ വേദനിക്കുന്നുണ്ട് നല്ല രീതിക്ക്. ഓക്കെ, അതായത് ഇവർക്ക് ഇപ്പം കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. അതായത് ഒരു 2 മനസ്സായിരിക്കും. അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള 2 തരം മനസ്സുണ്ടാകും. ആൻഡ് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ട്. ഓക്കെ, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെപ്പോലെ തന്നെ എന്തോ ഒന്ന് വാല്യൂബിൾ ആണ്. സോ ആ ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ 6 ഓഫ് സോർട്സ് കൂടെ വരുമ്പം പെയിൻഫുൾ ആണ്. അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് മാറി നിൽക്കുകയാണെങ്കിലും ആ പേഴ്സണെ സംബന്ധിച്ച് അവർ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ്, അല്ലെങ്കിൽ പെയിൻഫുൾ ആണ് അവരുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ. എംപററിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്തൊക്കെ പെയിൻഫുൾ ഇവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവർ എന്തൊക്കെ ബ്രോക്കൺ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ ഈഗോ നല്ല രീതിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. എംപററിൻ്റെ എനർജി വരുമ്പം അവരുടെ അധികാരം അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അത് അവർ മാറ്റിമറിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഓക്കെ, അതായത് ചിലപ്പോൾ സമൂഹത്തിലൊക്കെ നിങ്ങളുടെ വ്യക്തി വളരെ ഫേമസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിരിക്കാം. സോ ഇവരുടെ താഴ്ന്നു തരാൻ ഈ പേഴ്സൺ തയ്യാറല്ല. ഇവൻ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും താഴ്ന്നു തരാൻ ഈ പേഴ്സൺ ഒട്ടും തയ്യാറല്ല. അവർ ആ ഈഗോ നല്ല രീതിക്ക് തന്നെ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഈഗോ കാരണം കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളും ഈ പേഴ്സൻ്റെ ഈഗോ കാരണം ഒരുപാട് അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും. ദ ഡബിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കുറിച്ചിട്ട് ഉള്ള ചില നെഗറ്റീവ് തോട്ട്സ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നെഗറ്റീവ് എന്ന് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടിയുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ആർഗ്യുമെന്റ്സ് കാര്യങ്ങളായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം കറന്റ്ലി നിങ്ങൾ എലോണായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ പാർട്ട്ണറെ ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊരു നെഗറ്റീവ് ചിന്ത ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് എനർജി, ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഈ പേഴ്സണ് നല്ല രീതിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജി ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പം അവർ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും ഷാഡോ പോലെ ഈ വ്യക്തിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളോ ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഷാഡോ പോലെ നിൽക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളോ കാര്യങ്ങളിലോ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഷൗട്ട് ചെയ്തത്, അതായത് അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും അതല്ല ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവരെന്ത് ചെയ്തു, നിങ്ങൾ അവരോട് എന്ത് പ്രവർത്തിച്ചു, ആ ഒരു രീതിക്കാണ്. ഓക്കെ, അതാണ് ആ ഈഗോ വരുന്നത്. പക്ഷെ ആളൊരിക്കലും പുറത്തിങ്ങനെ ചിരിച്ചാലും പകൽ സമയം ചിരിച്ചാലും ആളുടെ ഉള്ളിൽ അങ്ങനെയല്ല ഉള്ളത് എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഷാഡോ സെൽഫ് ഈ പേഴ്സൺ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പേഴ്സൺ ഈഗോ ഉണ്ടായിക്കോട്ടെ, ഇവരുടെ ലൈഫിൽ നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് മൂവ് ചെയ്യുന്നുള്ള എന്ത് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളുടെ സ്നേഹം വേറെ ആൾക്ക് പോകുന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതവർക്ക് നിങ്ങളുടെ സ്നേഹം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് വേണം, അത് സ്റ്റിൽ അവർക്ക് തന്നെ വേണം എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു പൊസസീവ്നെസ് തോന്നുന്ന എനർജി. ഇനി നമുക്ക് ഫീലിങ്സ് എന്താണ്, ഇവരുടെ ചിന്തകൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നത്. നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ടും ഒരാൾ ഭയങ്കര ഒരു കുട്ടിത്തം നിറഞ്ഞൊരു സ്വഭാവമൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ അതുപോലെ അത് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള രീതിക്ക് മീൻസ് നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ മിസ്സിങ് എനർജി ഉണ്ട്. നിങ്ങളോട് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ സോൾവ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതിനൊരു റിസൾട്ട് കിട്ടാത്തൊരു എനർജിയാണ്. ഹാർഡ് വർക്ക് കൊടുത്തു, പക്ഷെ അതിലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇവർ നല്ലൊരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഹാപ്പി മൊമെൻറ്റ്, അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തേർഡ് പാർട്ടീസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ കൂടെയുള്ള ഒരു മൊമെൻറ്റ് അത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഡെവലപ്മെൻറ്റ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിൽ. ഓക്കെ, അത് ചിലപ്പം നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, എന്തോന്ന് ഇവരെ വല്ലാതെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തോ ഒരു കാര്യം. മീൻസ് ചിലപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരിക്കാം, മേ ബി താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം. എത്ര ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ചിലപ്പം കൂടുതലായിട്ടും കെയറിങ് ഒക്കെ കൊടുക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലോ എന്തോ ഒരു കാര്യത്തിൽ അവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ 10 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എടുത്തിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് അവർക്ക് പെയിൻഫുൾ എൻഡിങ് ആയിരുന്നു. അവർ ആ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയി. ഇപ്പം അവർക്കൊരു ഫെയിലിയർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അവർ തോറ്റുപോയി. ഇത്രയും നാളും ചെയ്തിട്ടുള്ള ഹാർഡ് വർക്ക് കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ഒരു തോൽവിയിലേക്ക് പോയതുപോലെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഫീലിങ്സിനത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ എല്ലാ മൊമെൻറ്റ്സും ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ കൂടെ അത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് കൊടുത്ത ടൈമിൽ അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിയായി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഒന്ന് കറക്റ്റ് ഫ്ലോയിൽ പോകാൻ വേണ്ടി, ഒരു ഡീപ്പ് കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനോടെ കാണുന്നുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. മാസ്റ്റർ കാർഡിനകത്ത് നേരത്തെ വന്നതിൻ്റെ കൊടുത്ത് 2 ഓഫ് സോർട്സിന് കൊടുത്ത്. സോ ഈ പേഴ്സൺ അതിനെയും ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഭയക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണ് അവർക്ക് അങ്ങനെ ഒരു ഫിയർ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വേറെ എവിടെയും പോകുന്നതൊന്നും അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് നിങ്ങളുടെ സ്നേഹം അവർക്ക് മാത്രമായിരിക്കണം, നിങ്ങളുടെ ആ ഒരു പൊസസീവ്നെസ് അവർക്ക് ആ പേഴ്സണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അവർ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകുമോ എന്നുള്ള രീതിയിലുള്ളൊരു പേടിയായിരിക്കും. ഇനിയും സൈലൻ്റായി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൈവിട്ട് പോകും എന്നുള്ളതായിരിക്കാം. അതുപോലെ തേർഡ് പാർട്ടീനെയും ഇവിടെ വാല്യുബിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. മീൻസ് അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലാണ്. സോ അങ്ങനെയെങ്കിൽ അവിടെയും അവർക്കൊരു പേടി, ഒരു ഫിയർ ഉള്ളതുപോലെ എന്നുള്ള രീതിയിലാണ്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഷാഡോസ് ഇവിടെ നല്ല രീതി 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഷാഡോസ് ഇവിടെ നല്ല രീതിക്കുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എന്തൊരു കാര്യം അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ അവരത് ഷാഡോ പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഈ ഒരു ഷാഡോ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഡിയർ ആ പേഴ്സൻ്റെ നെയിം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതൊന്ന് റിപ്പീറ്റ്ലി പറഞ്ഞാൽ മതി. അത് ഫോർഗീവ് ആയിക്കോളും. ആ പേഴ്സൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയി ഹീൽ ആയിക്കോളും. ഓക്കെ, അത് 21 പ്രാവശ്യമാണ് പറയേണ്ടത്. 21 ദിവസം ചെയ്താൽ വളരെ നല്ലത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി സോഡിയാക് സൈൻ നോക്കാം. പൈസീസ് ഉണ്ട്, ലിയോ ഉണ്ട്, ലിയോ എഗെയിൻ, വിർഗോ, കാപ്രിക്കോൺ, പൈസീസ് എഗെയിൻ, സ്കോർപിയോ, ലിബ്ര എഗെയിൻ, ക്യാൻസർ. ഇനി നമുക്ക് ക്ലൂസ് നോക്കാം. (57, 35), letter J, letter M, letter B 21, 18, letter A 19, 9, P 40,
12. ലെറ്റർ എസ് 18, 8 വന്നിട്ടുണ്ട്. ലെറ്റർ എൻ 59, ലെറ്റർ എം 34, 40, 32. ലെറ്റർ എൻ അഗെയിൻ വന്നിട്ടുണ്ട്. 25, 40, 60. ലെറ്റർ എം 16 and 6 വന്നിട്ടുണ്ട്. 41 ലെറ്റർ എൽ, ലെറ്റർ എസ് 34, ലെറ്റർ എക്സ് 53, 10. ലെറ്റർ എസ് 23, 33. ലെറ്റർ എച്ച് 4, 14. ലെറ്റർ ബി 15, 5. ഓക്കെ, ഇത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയിരിക്കാം, നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളെ മിസ് ചെയ്യുന്നൊരു എനർജി. സോ ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.